തനിക്ക് അർബുദമാണെന്ന വാർത്ത സത്യമാണെന്ന് രേണുസുതി. ക്യാൻസർ 3rd സ്റ്റേജാണെന്നും ഹൃദയത്തിൻ്റെ മസിലിലേക്കും ശ്വാസകോശത്തിലേക്കും വ്യാപിച്ചുവെന്നും അവസ്ഥ മോശമാണെന്നും താരം മെയിൻ സ്ട്രീം 1 നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. രേണുവിൻ്റെ വാക്കുകളിങ്ങനെ: എൻ്റെ പ്രേക്ഷകരോട് എല്ലാം പറയുവാൻ സമയമായെന്ന് തോന്നി. കേട്ടത് ശരിയാണ്, എനിക്ക് ക്യാൻസറാണ്. ചിലർ തെറ്റിദ്ധരിച്ചിരുന്നത് ദുബായിൽ വെച്ചാണ് സ്ഥിരീകരിച്ചതെന്നാണ്. സത്യം അതല്ല. സ്തനത്തിലെ മുഴ ആദ്യമായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. ആ മുഴയാണിപ്പോൾ ക്യാൻസറായി മാറിയിരിക്കുന്നത്. അന്ന് ഞാൻ മുഴ കാര്യമായി എടുത്തില്ല. മുഴയ്ക്ക് നിറവ്യത്യാസം വന്നപ്പോഴും ഞാൻ കാര്യമാക്കിയില്ല. വീട്ടിലും പറഞ്ഞില്ല. അസുഖങ്ങൾ വന്നാൽ പൊതുവെ വീട്ടിൽ പറയാറില്ല. അവർ തന്നെ മനസ്സിലാക്കി കൊണ്ടുപോവുകയാണ് ചെയ്യാറുള്ളത്. ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന സമയത്ത് വീട്ടുകാരറിഞ്ഞു. ഉടൻ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. 16 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണത്. ബയോപ്സിയും ചെയ്തു. ശേഷം ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ വലിയ പ്രശ്നമില്ല എന്നായിരുന്നു. പക്ഷേ ഭാവിയിൽ ക്യാൻസർ ആകുമെന്ന് ഡോക്ടർ അന്നേ പറഞ്ഞിരുന്നു. ആ സമയത്ത് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. ഓപ്പറേഷന് വേണ്ടി അന്ന് നടുവിന് ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. ഒരുപാട് വേദന അനുഭവിച്ചു. ആ ഒരു പേടി മൂലം മുഴ എടുത്ത് കളയണമെന്ന കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. സൂചി കുത്തുന്നത് പോലെ ഇപ്പോഴും എനിക്ക് പേടിയാണ്. ഓപ്പറേഷൻ ഭയമായിരുന്നു. സുധിച്ചേട്ടൻ മരിച്ച് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ സ്തനത്തിൻ്റെ ആകൃതിയിൽ വ്യത്യാസം വന്നതായി തോന്നി. ഡോക്ടറെ കാണിച്ചു. അദ്ദേഹത്തിനും സംശയം തോന്നി. സ്കാൻ ചെയ്തു. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. സ്കാനിങ്ങിന് ശേഷം മാമോഗ്രാം ചെയ്തു. വേദനയില്ലാത്ത മുഴയായതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി അധികം ചിന്തിക്കാതിരുന്നത്. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. മാമോഗ്രാമിന് ശേഷം ബയോപ്സി എടുത്തു. അതിൽ ക്യാൻസറാണെന്ന് വ്യക്തമായി. അത് കേട്ടപ്പോൾ വല്ലാത്തൊരവസ്ഥയിലായി. കരയാൻ പോലും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല. അവർ വിഷമിക്കും. മാനേജർ കരിഷ്മയാണ് എൻ്റെ പെരുമാറ്റത്തിലെ വ്യത്യാസം കണ്ട് കാര്യങ്ങൾ എന്നോട് ചോദിച്ചറിഞ്ഞത്. അവളാണ് എൻ്റെ ചേച്ചിയോടും വീട്ടുകാരോടും അസുഖവിവരം പറഞ്ഞത്. ശേഷം പരിമല ആശുപത്രിയിൽ പെറ്റ് സ്കാൻ എടുക്കുവാൻ പോയി. അവിടെ വെച്ചാണ് എൻ്റെ അസുഖവിവരം ലീക്കായത്. അങ്ങനെയാണ് ചില യൂട്യൂബേഴ്സ് അറിഞ്ഞതും വീഡിയോ ചെയ്തതും. ക്യാൻസറാണെന്നറിഞ്ഞാൽ എന്നെ ഷൂട്ടിന് വിടില്ല. ചികിത്സയ്ക്കായി എനിക്ക് പണം ആവശ്യമാണ്. അതാണ് വീട്ടിൽ അറിയിക്കാതിരുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പിന്നീട് കാണിച്ചത്. അവിടെ വെച്ചും നിരവധി പരിശോധനകളും സ്കാനിങ്ങും നടത്തി. 2 ആഴ്ച മുൻപാണ് ക്യാൻസറാണെന്ന് അവർ സ്ഥിരീകരിച്ചത്. 3rd സ്റ്റേജ് കഴിയാറായി. എന്നെ ചികിത്സിച്ചിരുന്നുവെങ്കിൽ ഇന്ന് എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. കുറച്ച് മോശം അവസ്ഥയാണ്. സ്തനത്തിൽ നിന്നും അത് കക്ഷത്തിലേക്ക് വ്യാപിച്ചു. ഹൃദയത്തിൻ്റെ മസിലിലോട്ടും ശ്വാസകോശത്തിലേക്കും വ്യാപിച്ചു. എന്നെപ്പോലെ ക്യാൻസർ മൂലം വേദന അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് മാതൃകയാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കരയാൻ കഴിയില്ല എന്നും രേണുസുതി പറഞ്ഞു. ക്യാൻസറാണെന്ന് അഭ്യൂഹം പരന്നപ്പോൾ തന്നെ നിരവധി പേർ രേണുവിന് പ്രാർത്ഥനകൾ നേർന്ന് എത്തുകയും ചെയ്തിരുന്നു.